ശിവടിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് BSc MG യൂണിവേഴ്സിറ്റിയുടെ BSc സെക്കൻഡ് സെമ്മിൻ്റെ കലാമഞ്ജരി എന്ന പുസ്തകത്തിലെ സഭാപ്രവേശം തുള്ളലിലേക്ക് കിടക്കാം. നമുക്കറിയാമല്ലോ, തുള്ളൽ കഥകളുടെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. തൂലിക പടവാളാക്കിയ കവി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. 18ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കിളിക്കുറിശി മംഗലമാണ് അദ്ദേഹത്തിൻ്റെ ഇല്ല എന്ന് പറയപ്പെടുന്നു. ജനകീയ കവി എന്നുള്ള പേരിൽ നമ്പ്യാരെ അറിയപ്പെടാനുള്ള കാരണം നമ്പ്യാർക്കുണ്ടായിരുന്ന ജനങ്ങളുടെ ഇടയിലെ സമ്മതിയാണ്. അതായത് പൊതുജന മധ്യത്തിൽ സാധാരണക്കാരായ പടജനങ്ങൾക്ക് വരെ കേട്ട് രസിക്കാനാണ് താൻ തുള്ളൽ എഴുതുന്നതെന്നും അതുകൊണ്ടാണ് പച്ച മലയാളം ഉപയോഗിച്ചതെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നു. അപ്പോൾ ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചിട്ട് തനിക്ക് ചുറ്റും കാണുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഇതിനകത്ത് പ്രമേയമാക്കി. അപ്പോൾ അന്നത്തെ കാലത്തെ സാധാരണക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ രാജാവിനും രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കുമാണ് അന്ന് കൂടുതൽ പ്രാധാന്യം. മറ്റുള്ളവരെല്ലാം ഇവരുടെ കീഴിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത മനുഷ്യർ. അപ്പം ഇങ്ങനെയുള്ള ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് നമ്പ്യാർ കവിത എഴുതിയത്. അപ്പോൾ ബ്രാഹ്മണ മേധാവിത്വം അന്ന് വളരെയധികം ഉണ്ടായിരുന്നു. അവർ പറയുന്നതനുസരിച്ച് താളത്തിന് തുള്ളുന്നവരായിരുന്നു മറ്റുള്ളവർ. നമ്മൾ നാട്ടിൻ പുറത്തുള്ളവരുടെ സാധാരണ ജീവിതത്തെ പുരാണ ഇതിവൃത്തവുമായി ഇണക്കി ചേർത്തുന്നുള്ളിടത്താണ് നമ്പ്യാരുടെ പ്രാധാന്യം. പടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്കുക ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിദംബരു. വടിവി എന്ന മനോഹരമായ മലയാള ഭാഷ തന്നെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തമായ പറയൻ തുള്ളലിലൊന്നാണ് സഭാപ്രവേശം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ വർണ്ണനാ പാഠവും ഹാസ്യാത്മകതയും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. മഹാഭാരതം ആദിപർവത്തിലാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ വിചിത്രമായ ഒരു സഭാഗ്രഹം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. അപ്പോൾ അവിടെ ചെന്നാൽ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം സ്ഥലജല വിഭ്രാന്തി ഉണ്ടാവും. താഴെ വെള്ളമുള്ളതായിട്ട് തോന്നും, കതകുകൾ വാതിലുകൾ അവിടെ ഉള്ളതായിട്ട് തോന്നും. പക്ഷെ ഇതെല്ലാം തോന്നലുകൾ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തോന്നലിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ വരുന്ന ദുര്യോധനനും ബാക്കിയുള്ള അനുജന്മാരും അവിടെ വന്ന് അവർക്ക് ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാകുന്നു. വെള്ളമുള്ള സ്ഥലത്ത് വെള്ളമില്ലെന്ന് പറഞ്ഞ് ചെന്നാൽ വെള്ളത്തിൽ വീണ് അവിടെ കിടന്ന് ഉരുണ്ടു മറിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ വെള്ളമുള്ളിടത്ത് വെള്ളമില്ലെന്ന് വിചാരിച്ച് വീഴുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വെള്ളമില്ലാത്തടത്ത് വെള്ളമുണ്ടെന്നൊരു വിഭ്രമം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വിഭ്രമവും ഇവരുടെ പരിഭ്രമവും ഒക്കെ ഭീമനിൽ ഉണർത്തുന്ന ചിരിയും കൈകൊണ്ട് മുഖം മറച്ച്